الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നിർഭയമായിട്ടുള്ള ഒരവസ്ഥ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു സ്വപ്നമാണ്. ഒരാഗ്രഹം. നമ്മുടെ നാട്ടിൽ ഒരു കലാപവുമില്ലാതെ, നമ്മുടെ ജീവന് ഭീഷണിയില്ലാതെ, നമ്മുടെ അസ്തിത്വത്തിനെതിരെ വെല്ലുവിളികളില്ലാതെ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയും. അത് മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ലോകത്ത് പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധ പശ്ചാത്തലത്തിൽ എത്രയെത്ര കോടിക്കണക്കിന് വീടുകളിലുള്ള ആളുകൾ രാത്രികളിൽ ഭയത്തോടുകൂടെയാണ്, രാവിലെ ഉണ്ടാകുമോ എന്ന ആശങ്കയോടുകൂടെയാണ്. ആ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. എന്തെല്ലാം ജീവിത സൗകര്യങ്ങളും സാമ്പത്തിക ശേഷികളും എല്ലാ നിലക്കുള്ള കാര്യങ്ങളുണ്ടെങ്കിലും മനസ്സിന്റെ സമാധാനം പോയി കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു? ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന് ജീവിതത്തിൽ നേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിർഭയത്താണ്. അത് രാജ്യത്തിന് വേണം, അതേപോലെ തന്നെ ഒരു വ്യക്തി എന്ന നിലക്ക് നമുക്ക് വേണം, നമ്മുടെ കുടുംബത്തിന് വേണം. എവിടെയും ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായ കാര്യം. ഇത് സത്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ ഒരു സ്വപ്നമാണ്, ഒരു ആഗ്രഹമാണെന്ന് പറയാൻ പറ്റും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അങ്ങനെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തും. മൻ അസ്ബഹ മിൻകുൻ ആമിനൻ ഫീ സിർബിഹി, സ്വന്തം നാട്ടിൽ സ്വന്തം താമസ സ്ഥലത്ത് ഒരാൾക്ക് നിർഭയനായി താമസിക്കാൻ കഴിയാം. മുആഫൻ ഫീ ജസദിഹി, അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നം, ഒരു വേദനയ്ക്ക് ഒരു മരുന്ന് കഴിക്കേണ്ടി വരുന്നില്ല, അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല, കിടന്നുറങ്ങുമ്പോൾ ഒന്നും പേടിക്കാനില്ല. ഇൻദഹു ഖൂത്ത് യൗമിഹി, അന്ന് ഇനി എവിടുന്ന് ഭക്ഷണം കിട്ടും, ഞാൻ പട്ടിണിയാവോ, എനിക്ക് കട ഉണ്ടല്ലോ, അങ്ങനെ ഒന്നും ആലോചിക്കാനല്ല. അന്ന് ഭക്ഷിക്കാനുള്ള ഭക്ഷണം അവന്റെ കയ്യിലുണ്ട്.
എന്നാ പിന്നെ ലോകം മുഴുവൻ അവൻ കീഴടക്കി കഴിയുന്നവൻ. ഇനി ഒന്നും നേടേണ്ട കാര്യമില്ല. പേടിക്കാതെ കടന്നുറങ്ങാൻ വേണ്ടി കഴിയാം. അതേപോലെ തന്നെ ഒരു ദിവസത്തെ ഭക്ഷണം ഉണ്ടാവുക, ആരോഗ്യത്തിന് പ്രശ്നങ്ങളില്ലാതിരിക്കുക. അതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, സൗഭാഗ്യം, സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ അതിലേറ്റവും ഉന്നത സ്ഥാനം നിർഭയത്വത്തിനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് അതാണല്ലോ. വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. റബ്ബേ, ഈ നാടിനെ നീ നിർഭയത്വമുള്ള ഒരു നാടാവും, ഒരു നിർഭയത്വമുള്ള നാടാക്കി മാറ്റണം ഈ നാടിനെ എന്നാണ്. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. ഫലങ്ങളിൽ നിന്ന്, പഴങ്ങളിൽ നിന്ന് ഈ നാട്ടിലേക്ക് ഭക്ഷണം തിന്നാൻ, സമൃദ്ധമായി ഭക്ഷിക്കാൻ അവസ്ഥ, പട്ടിണിയില്ലാത്ത അവസ്ഥ ഉണ്ടാക്കണം, നിർഭയത്വം ഉണ്ടാക്കണം എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന. അപ്പൊ എത്രമാത്രം ഉന്നതമാണ്. എന്താ നിർഭയത്വം എന്നാൽ? ഭയത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ്, നേരെ വിപരീതം. പേടിയില്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും. മനസ്സിന്റെ അസ്വസ്ഥതകളില്ലാതെ നമ്മുടെ മനസ്സ് ശാന്തമാകുക, ഒന്നിനെക്കുറിച്ച് വ്യാകുലപ്പെടാനില്ലാതെ മനസ്സ് വളരെ ശാന്തമായി നമ്മളെ അസ്വസ്ഥപ്പെടുത്താതെ കിടക്കുക. അത് എനിക്കൊന്നും സംഭവിക്കില്ല, ഞാൻ പൂർണ്ണമായും സുരക്ഷിതനാണ് എന്നൊരു മനുഷ്യന്റെ അറിവാണ് നിർഭയത്വം എന്ന് പറയുന്ന. യഥാർത്ഥത്തിൽ അതാണ് ഉണ്ടാവുന്നത്. ഒരു പക്ഷേ എല്ലാവിധത്തിലെ സജ്ജീകരണങ്ങളുമുള്ള നല്ല മതിൽക്കെട്ടുകളും ഗേറ്റും ബലിഷ്ഠമായ ചുമരുകളും വാതിലുകളും ഒക്കെയുള്ള ഒരു വീടിന്റെ ഉള്ളിൽ, ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിൽ അസ്വസ്ഥനായി ഭയത്തോടുകൂടെ ആയിരിക്കാം ഒരാൾ ഉറങ്ങുന്നുണ്ടാകുക. എന്നാൽ ഒരു നായ വന്ന് തള്ളിയാൽ തുറന്നു പോകുന്ന ഒരു വാതിലടച്ചു വെച്ച് കിടക്കുന്ന ഒരുത്തൻ ഒരസ്വസ്ഥതയും ഇല്ലാതെ ശാന്തമായി ഉറങ്ങുണ്ടാകുക. അപ്പൊ അതൊരു മാനസികാവസ്ഥയാണ്. അത് ചുമര് കൊണ്ടോ അല്ലെങ്കിൽ മതിൽക്കെട്ടുകളെ കൊണ്ടോ ഗ്രില്ലുകളെ കൊണ്ടോ കോട്ടകളെ കൊണ്ടോ ഉണ്ടാകുന്നത് ഒരു മനസ്സാണ്. എനിക്കൊന്നും പേടിക്കാനില്ല എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയണം. പേടിക്കാനുണ്ടെങ്കിൽ പോലും നീ പേടിക്കേണ്ടതില്ല എന്ന് മനസ്സ് പറഞ്ഞാൽ നമുക്ക് പിന്നെ പേടില്ല. അതാണ് ആ നിർഭയത്വം. അതൊരു മാനസികാവസ്ഥയാണ്. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയാവുമ്പോൾ അയാൾക്ക് കിട്ടുന്ന, വിശ്വാസത്തോടൊപ്പം കിട്ടുന്ന ഒന്നാണ് നിർഭയത്വം എന്ന്. അതുകൊണ്ട് ഈമാൻ എന്നുള്ള വാക്ക് എന്നാണ് അംൻ എന്നുള്ള വാക്ക്. നിർഭയത്വം, ഭയമില്ലാത്ത അവസ്ഥ. അപ്പൊ ഒരു മുഅ്മിനായാൽ നിർഭയനായി, അല്ലേ? ഉറപ്പല്ലേ സുഹൃത്തുക്കളെ? എന്താ ഒരു മനുഷ്യന് സംഭവിക്കാനുള്ളത് ഒക്കെ സംഭവിച്ചു. എന്താ ഉണ്ടാവുക? മരിക്കല്ലേ ചെയ്യും നമ്മള്, അല്ലെ? അപ്പുറത്ത് നിൽക്കും. മരിച്ചാലും നമ്മൾ രക്ഷപ്പെട്ടു, മരിച്ചാലും നമ്മൾ രക്ഷപ്പെടില്ല. കാരണം മരിച്ചതിന് ശേഷമുള്ള രക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കണത്. നമ്മുടെ ജീവിതം മുഴുവൻ എന്തിനാണ് നമ്മൾ വിനിയോഗിക്കുന്നത്? മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിന്റെ മോക്ഷത്തിന് വേണ്ടിയാണ്. അപ്പൊ അതിനു വേണ്ടി ജീവിക്കുന്ന ഒരാൾക്ക് മരിച്ചാൽ എന്താണ്? ആ മോക്ഷത്തിലേക്കുള്ള യാത്രയാണ്. അവനെന്താ പേടിക്കാനുള്ളത്? അപ്പൊ വിശ്വാസി എന്ന് പറഞ്ഞാൽ ആ വിശ്വാസമാണ് ഒരു മനുഷ്യനെ നിർഭയനാക്കുന്നത്. അത് വളരെ ലളിതമായി പറഞ്ഞാൽ എന്താ അറിയൂ? എനിക്കെന്ത് വന്നാലും അത് തടുക്കാനും പരിഹരിക്കാനും എനിക്കൊരുവനുണ്ട്. അതാരാ സുഹൃത്തുക്കൾ? അതാണ് ഏകദൈവ വിശ്വാസത്തിന്റെ, തൗഹീദിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാ കാരണങ്ങൾക്കും അപ്പുറം, എല്ലാ നിമിത്തങ്ങൾക്കും അപ്പുറം എന്നെ നിയന്ത്രിക്കാനും എനിക്ക് കാവലാകാനും എനിക്ക് ചോദിക്കാനും എനിക്ക് പറയാനും എനിക്കൊരാളുണ്ട്. ഞാൻ റബ്ബേ എന്ന് വിളിച്ചാൽ എന്റെ എല്ലാ പ്രശ്നവും തീരും എന്ന അറിവാണ് ഒരു ഈമാൻ കൊണ്ടൊരു വിശ്വാസി നേടുന്നത്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, മരണത്തിന്റെ മുൾമുനകളിൽ ജീവിച്ച ആൾക്കാരാണ് പ്രവാചകന്മാർ. ജനങ്ങൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അനേകം വധശ്രമങ്ങൾക്ക് മുന്നിലൂടെ കടന്നുപോയവരാണല്ലോ. പക്ഷെ അവരൊക്കെ എന്താ അറിയോ? അവരൊക്കെ മനസ്സിൽ തങ്ങളെ നിയോഗിച്ച പടച്ച തമ്പുരാൻ തങ്ങൾക്കൊരു കാവൽ തരും എന്ന വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. ഓരോ സന്ദർഭത്തിലും ആ വിളികളിലൂടെ അവർ നിർഭയരായി എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക് ഇന്നീ കുന്തു മിനൽ ദാലിമീൻ. മരണത്തെ മുന്നിൽ കണ്ട സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാം കടലിന്റെ ഇരുട്ടിൽ വെച്ചുകൊണ്ട് അള്ളാനെ വിളിച്ചു. റബ്ബേന്ന് അള്ളാനെ വിളിച്ചു. ഒരിക്കലും രക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിൽ വിളിച്ചപ്പോൾ എന്ത് ചെയ്തു? ആ കടലിൽ നിന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് കരക്കെത്തിയതാണ്. അപ്പൊ ആ വിളി കാരണങ്ങൾക്ക് അവിടെ പ്രസക്തി ഇല്ല. പടച്ചോനെ വിളിച്ചാൽ, പടച്ചോൻ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചാൽ പിന്നെ അവിടെ ഒന്നും പേടിക്കല്ല എന്നാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാം വിളിച്ചില്ല അസുഖം വന്ന സമയത്ത്. ആ അസുഖം പരിഹാരമില്ലാത്തൊരു അസുഖമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വിളിക്കുന്നത്. അള്ളാഹു ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അസുഖം മാറ്റിക്കൊടുത്തു. അന്നി മസനയുർ. അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാം വിളിച്ചു. ഫറോവയുടെ അടുക്കിലേക്ക് നിയോഗിക്കപ്പെട്ട സമയത്ത് അള്ളാഹിനോട് പറഞ്ഞു, റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പടച്ചോനെ,
അവിടുത്തെ എന്ത് പരാക്രമങ്ങളെയും ഉൾക്കൊള്ളാൻ ഒരു ഹൃദയ വിശാലത എനിക്ക് തന്നാൽ മതി. എന്ത് പ്രയാസം വന്നാലും അതൊക്കെ സഹിക്കാനും ഏറ്റെടുക്കാനും പറ്റുന്ന ഒരു മനസ്സിന്റെ വിശാലത എനിക്ക് തരണം. എന്റെ കാര്യങ്ങളെ നീ എളുപ്പമാക്കി തരണം. എന്റെ നാവിനെന്റെ കുടുക്കുകളെ നീ അയച്ചു തരണം. എനിക്ക് വാചാലമായി സംസാരിക്കാനാവണം. എന്റെ വാക്കുകൾ അവർക്ക് ഗ്രാഹ്യമാകണം. എത്ര മനോഹരമായി തന്റെ ആവശ്യങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടതൊക്കെ പടച്ചവനോട് പറഞ്ഞിട്ടാണ് പോയി. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കല്. പിന്നെ നമ്മൾക്ക് എന്തെങ്ങനെ ബേജാറായിട്ട് ആൾക്കാരിങ്ങനെ ഫോൺ വിളിച്ചു ചോദിക്കുന്നു, ഒരു 10 മിനിറ്റ് പറയാൻ പറ്റൂ, അരമണിക്കൂർ പറയാൻ പറ്റൂ, ഒരു സുഖമില്ല, ഒരു സമാധാനമില്ല. എന്തിനാണ് നമ്മളിങ്ങനെ അസ്വസ്ഥമാകുന്നത്? എല്ലാം പറയാനും എല്ലാം പരിഹരിക്കാനും ഒരു അള്ളാഹു ഉണ്ടെന്ന് പറയുന്ന ഒരു ഏകദൈവ വിശ്വാസിക്ക് എന്താണ് പേടിക്കള്? മക്കളില്ല, വാർദ്ധക്യമായി മരിക്കാനായി. റബ്ബിലാ തദർനീ ഫർദ വഅൻത ഖൈറുൽ വാരിസീൻ. റബ്ബേ, ഒറ്റക്കാക്കരുത്, എന്നെ നീ ഒറ്റക്കാക്കരുത് പടച്ചോനെ എന്ന് സക്കരിയ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു. നീ അനന്തരാവകാശികളെ നൽകുന്ന ഏറ്റവും ഉത്തമനായ ആളല്ല. അതുകൊണ്ട് പടച്ചോനെ, നീ എനിക്കൊരു അനന്തരാവകാശിയെ കൊണ്ട്, ഒരു കുട്ടിയെ കൊണ്ട ഒറ്റക്കാക്കരുത് പടച്ചോനെ എന്നാണ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ, 2 ആള് മാത്രം. അതെന്തിനാ നിങ്ങൾ ശത്രുക്കളിൽ നിന്ന് തൽക്കാലം ശത്രുക്കളുടെ രോഷമടങ്ങാൻ വേണ്ടിയിട്ട് ആ തൗർ ഗുഹയിലേക്ക് മാറി നിന്നു. ശത്രുക്കൾ ഇങ്ങനെ രോഷാകുലരായി വരുമ്പോൾ ഒന്ന് തടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ മാറുന്നതാണ്. അപ്പോ ഉറപ്പല്ലേ അള്ളാഹുവിന്റെ റസൂലാണ് അടുത്തുള്ളത്, എന്തും സംഭവിക്കാം. ശത്രുക്കൾ വാളുമായി തെരഞ്ഞു നടക്കുന്നു. ആ സമയത്ത് ആ രംഗത്തെ ഖുർആൻ പറയുന്നതിന് ഇല്ലാ തൻസുറുഹു വഖദ് നസറഹുല്ലാഹ്, നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കും. ഇത് അഖ്റജഹുല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ അദ്ദേഹത്തെ പുറത്താക്കിയ സമയത്ത് 2 പേരും ഗുഹയിലാണ്. ഇത് യഖൂലു സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, കൂട്ടുകാരോട് പറഞ്ഞു ദുഃഖിക്കാൻ പാടില്ല, അള്ളാഹു ഉണ്ട് നമ്മളോടൊപ്പം. നമ്മൾ 2 ആളും മാത്രമേ ഉള്ളൂ, നമ്മൾക്ക് എന്തു വന്നാലും തടുക്കാൻ ആരുമില്ല എന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ 2 ആളും ഉണ്ടെങ്കിൽ മൂന്നാമനായി ഇവിടെ അള്ളാഹു ഉണ്ട്. അള്ള ഉണ്ടെങ്കിൽ അള്ളാഹ്ക്ക് പറ്റാത്ത കാര്യങ്ങളുണ്ട്, ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. സുഹൃത്തുക്കളെ, ഈ ഒരു വിചാരം മനുഷ്യനെ നിർഭയനാക്കുന്നതാണ്. എന്താ ഈ ആളുകൾക്ക് നിർഭയത്വം കിട്ടാത്തത് നിറയങ്ങൾ? എല്ലായിടത്തും പോയി നോക്കാണ്. ആ പോയി നോക്കാനുള്ള കാരണം തന്നെ എന്താ പറയുക? അള്ളാഹു പരിഹരിക്കും എന്ന ഉറച്ച വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് ഇറങ്ങി മക്കാമുകളൊക്കെ തെരഞ്ഞു പോകണം. സുഹൃത്ത്, കണ്ട പെട്ടിയിൽ മുഴുവൻ പൈസ കൊണ്ടിട്ട് കണ്ട ചരട് മുഴുവനും വലിച്ചു കെട്ടേണ്ട വല്ല കാര്യമുണ്ടോ? അള്ളാഹുവിന് പറ്റും. ഇനി അള്ളാഹു വേണ്ടെന്ന് വെച്ചാൽ ലോകത്താര് വിചാരിച്ചാലും നടക്കില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു ഏകദൈവ വിശ്വാസം മനസ്സിൽ പോയി നോക്കുക എന്നാണ്. എല്ലായിടത്തും പോയി നോക്കുക, കൊടുത്തു നോക്കുക, ചെയ്തു നോക്കുക, എന്തായാലും കുഴപ്പമില്ല. അങ്ങനത്തെ ആളുകൾക്ക് എന്ത് നിർഭയത്താണ് കിട്ടുക സുഹൃത്തുക്കളെ? എന്താ പ്രശ്നം തരങ്ങൾ? എല്ലാറ്റിനും കഴിവുള്ള ഒരുവനാണ് അള്ളാഹു എന്ന ആ ബോധ്യമുണ്ടല്ലോ, അള്ളാഹിനെ കുറിച്ചുള്ള അറിവ്, അതാണ് ഏറ്റവും പ്രധാനം. സുഹൃത്തുക്കളെ, ആരാണ് അള്ളാഹു? ആരാണ് അള്ളാഹു? അള്ളാഹിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് ആ അള്ളാഹുവിൽ അഭയം തേടി പിന്നെ അവൻ എന്താ പേടി? നോക്കൂ നിങ്ങൾ, ഈ ലോകവും ഉപരിലോകവും അടങ്ങുന്ന ഈ മഹാപ്രപഞ്ചത്തിലെ അതിസൂക്ഷ്മവും അല്ലാത്തതുമായ സർവചരാചരങ്ങളെയും നിയന്ത്രിച്ച് പോറ്റുന്ന സർവലോക രക്ഷിതാവാണ് അല്ലാഹു. തബാരക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാരക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അല്ലെ? ഏതൊരുത്തന്റെ കയ്യിലാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ അധികാരം? ഇതൊക്കെ ആരാ കൊണ്ടെടുക്കണ സുഹൃത്തുക്കളെ? ഇതൊക്കെ ഇങ്ങനെ കൊണ്ടെടുക്കാനും ഈ ആകാശഭൂമികളെ സൃഷ്ടിക്കാനും ഒക്കെ അപാരമായൊരു ശക്തി വേണ്ടേ, കഴിവ് വേണ്ടേ? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവരെല്ലാറ്റിനും കഴിയും. അവന് കഴിയാത്ത ഒന്നുമില്ല. അതുകൊണ്ടാണ് ശിർക്ക് മഹാപാപായത്. എല്ലാറ്റിനും കഴിയുന്ന സർവശക്തനായ ഒരു അള്ളാഹുവിനെ പോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അതിനിസ്സാരരായ ആളുകളെ വിചാരിക്കുക എന്ന് പറഞ്ഞത് എത്ര വലിയ പാതകാണ്. ആകാശങ്ങൾ പൊട്ടിക്കീറുന്ന ഏറ്റവും ഭയാനകമായ ആരോപണമാണത്. അതുല്യനായ ഏറ്റവും ഉന്നതനായ ഒരു ശക്തിക്ക് സമാനമായി അവന്റെ ഒരു സൃഷ്ടിനെ വിചാരിക്കാം. അവൻ ചെയ്തു തരുന്നത് ഈ നിസ്സാരരായ ആളുകൾ ചെയ്തിട്ട്. അതാര്? ബുദ്ധിയും തന്റെ ഇടവും ചിന്താശേഷിയുള്ള ഒരു മനുഷ്യർ, മരിച്ച് യുഗാന്തരങ്ങളായി മണ്ണിൽ മണ്ണായി പോയവർക്ക് മുന്നിൽ നിന്നുകൊണ്ട് അവർക്കൊക്കെ അള്ള ചെയ്തു തരാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ സുഹൃത്തുക്കൾ, അത് എന്തു വലിയ പാപമാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ പാപമാണ് ശിർക്ക് എന്നാണ്. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കും. സൃഷ്ടാവാണ് പടച്ചോൻ, നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചവനല്ലേ? നമ്മളെ പോറ്റാനും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഏറ്റവും അധികാരസ്ഥനായ ആളുകൾ. അതുകൊണ്ട് വലാ തജഅലൂ ലില്ലാഹി അൻദാദ, അല്ലാഹുവിന് ഒരിക്കലും നിങ്ങൾ പങ്കാളികളെ വെക്കരുത്. വജഅലൂ ലില്ലാഹി അൻദാദൻ ലിയുദില്ലു അൻ സബീലി,
അവന്റെ മാർഗത്തെ വഴിതെറ്റിപ്പോകാൻ വേണ്ടിയിട്ടും അവർ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിച്ചു എന്നാണ്. അതുകൊണ്ട് ഒരേക ദൈവ വിശ്വാസി നിർഭയനാണ്. എന്തുകൊണ്ട്? ഹുവ യഅലമു അന്നൽ നാഫിഅ വല്ലാഹു ഹുവല്ലാഹ്. ഉപദ്രവം തരാനും ഉപകാരങ്ങൾ തരാനും ഉപദ്രവം തടുക്കാനൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അതാണ് ഏകദൈവ വിശ്വാസം. അവർക്ക് ആർക്കെങ്കിലും പറ്റുമെന്ന് വിശ്വസിച്ചാൽ അവൻ ഏകദൈവ വിശ്വാസി അല്ലല്ലോ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഉപകാരം തരാനും ഉപദ്രവം തടുക്കാനും അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് വിശ്വസിച്ചാൽ ആ പടച്ചോനെ മാത്രമേ ആശ്രയിക്കുള്ളൂ. പടച്ചോനെ മാത്രം ആശ്രയിക്കുന്ന ഒരാൾക്ക് ലോകത്തൊന്നും വരാൻ പോണ കഴിച്ച് പേടില്ല. വരാൻ പോണ കാര്യത്തെക്കുറിച്ച് പേടിയില്ല. എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ? വരാൻ പോകുന്ന കാര്യവും അള്ളാന്റെ കയ്യിലല്ലേ. ഭാവി അവൻ അറിയില്ലേ. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് അവൻ അറിയില്ലേ. അപ്പൊ ഭാവിയെക്കുറിച്ച് പേടില്ല. പേടി അറിയാൻ തന്നെ അതന്നെയാണ്. എന്താ സംഭവിക്കുക എന്നുള്ളതാണ് പേടി അറിഞ്ഞാൽ. നാളെ നാളെ എന്തു പറ്റുന്നാണ് അവന് പേടിക്കാൻ. നാളെ എന്തു പറ്റിയാലും അത് അള്ളാന്റെ നിയന്ത്രണത്തിലാണെന്നാ പറഞ്ഞത്. എല്ലാ നിലക്കും മനുഷ്യനെ അള്ളാഹുവിന്റെ അടിമത്തത്തിൽ മാത്രമായി തളച്ചിടുന്നതാണ് ഏകദൈവ വിശ്വാസം. പടച്ചോൻ മതി, വേറെ ഒരുത്തനും വഴങ്ങൂല. എന്ത് ഭീഷണി പറഞ്ഞാലും എന്ത് പ്രശ്നം ഉണ്ടായാലും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരുത്തൻ കുലുങ്ങൂല. അവനെ കീഴ്പ്പെടുത്താനും അവനെ ഒതുക്കി നിർത്താനും ലോകത്ത് ഒരാൾക്കും പറ്റൂല. അള്ളാഹുവിന്റെ വിധികളിൽ അവൻ സംതൃപ്തനാണ്. എന്ത് സംഭവിച്ചാലും അവൻ അവിടെ നിൽക്കും. അങ്ങനെ ഒരു വിധി അള്ളാന്റെ ഉണ്ടാവും. അവിടെ ആ ഒറ്റ തീരുമാനത്തുമേ ഏത് പ്രതിസന്ധികളിലും അവൻ പിടിച്ചു നിൽക്കാൻ അവന് പറ്റും. മനസ്സിലായില്ലേ? അങ്ങനത്തെ മനസ്സുള്ള ഏകദൈവ വിശ്വാസമുള്ള ഒരാൾക്കാരാണ് നാട്ടിൽ മുഴുവന്നുണ്ടെങ്കിൽ അവിടെ ആരും ഒന്നും പേടിക്കണ്ട. കാരണം ആ പടച്ചോന് ഇഷ്ടമില്ലാത്തൊന്നും അവർ ചെയ്യൂല. ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് അവൻ അറിയും. അള്ളാഹുവിൽ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന ആളുകളാണ് ഒരു നാട്ടിൽ മുഴുവന്നുണ്ടെങ്കിൽ ആർക്കും ആരും പേടിക്കേണ്ടി വരില്ല. കാരണം ഒരാളെയും ഒന്നും ചെയ്യൂല എന്നാണ്, ഒരു ദ്രോഹം ചെയ്യൂല. അവിടെ നിർഭയത്വം പുലരുമെന്നാണ് സുഹൃത്തുക്കൾ. എല്ലാം അള്ളാഹുവാണ് നമുക്ക് റിസ്ക് തരുന്നത്. അവിടെ നമുക്ക് നമ്മളെ ഉപജീവനത്തെക്കുറിച്ച് ബേജാറില്ല, പട്ടിണിയെക്കുറിച്ച് ചിന്തല്ല. പടച്ചോൻ തരും. അള്ളാഹ് റാസിഖാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ ഓരോന്നറിയുമ്പോഴും മനുഷ്യന്റെ ജീവിതത്തിൽ അവർ നിർഭയത്വം ഉണ്ടാവും, പ്രതീക്ഷ ഉണ്ടാവും. അല്ല സമീആണ്, അല്ല കേൾക്കുന്നുണ്ടല്ലോ, അല്ലെല്ലാം അറിയുന്നുണ്ടല്ലോ, അല്ല കേൾക്കുന്നുണ്ടല്ലോ, അല്ല എല്ലാം നിയന്ത്രിക്കുന്നുണ്ടല്ലോ, അല്ല എല്ലാം അറിയുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസം എത്രമാത്രം നമ്മുടെ ഹൃദയത്തിലുണ്ടോ, അതുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള വഴി എന്താണെങ്കിൽ നമ്മൾ നിർഭയരാണോ എന്നുള്ളതാണ്. ഒരു പേടിയില്ലാതെ ജീവിക്കണ്ടോ സുഹൃത്തുക്കളെ? ഉറക്കത്തിലും ഉണർച്ചയിലൊക്കെ എന്നാ ഉറപ്പിച്ചോളി, നമുക്ക് ഈമാണ്ട്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ശിർക്ക് കലരാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉലൈക ലഹുമുൽ അംനു, അവർക്ക് നിർഭയത്വമുണ്ട്, അവർ സന്മാർഗം സ്വീകരിച്ചവരാകുന്നു എന്നാണ്. പടച്ചോനെ ശരിക്ക് അറിയാത്തത് കൊണ്ടെന്നാണ് ശിർക്ക് സംഭവിക്കുന്നത് എന്നാണ്. അള്ളാന്റെ അടുക്കൽ ശുപാർശ ചെയ്യാനാണ് ഈ ആൾക്കാരെന്നാണ്. അള്ളാന്റെ അടുക്കൽ ശുപാർശ സുഹൃത്തുക്കൾ, അള്ളാന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ അല്ല അനുവദിച്ചവർക്കേ അനുവാദമുള്ളൂ. അല്ല അനുവദിക്കണം. ഇന്നവന് ശുപാർശ ചെയ്തു എന്ന് അല്ല അനുവദിക്കണം. അത് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് ആരുടെയെങ്കിലും ശുപാർശ കൊണ്ട് രക്ഷപ്പെട്ടു പോകുമെന്ന് വിശ്വസിക്കുന്നത് തെറ്റായ വിശ്വാസമാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് തന്നെയാണ് നമ്മൾ ചോദിക്കേണ്ടതും അള്ളാഹുവിനോടാണ് നമ്മൾ പറയേണ്ടത്. അള്ളാഹുവിലേക്ക് എത്താൻ വഴികൾ വേണമെന്നാണ്. പടച്ചോന്റെ അടുത്ത് നമ്മൾ നേരിട്ട് ചോദിച്ചാൽ പറ്റൂല എന്നാണ്. സുഹൃത്തുക്കൾ, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും? നമ്മുടെ ഹൃദയം അറിയുന്ന അള്ളാഹിനോട് നേരിട്ട് ചോദിക്കാൻ പറ്റൂല, പിന്നെന്താ അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം? അള്ളാഹിനോട് നേരിട്ടാണ് ചോദിക്കേണ്ടത്. ഇന്നി ഖരീബ്, ഞാൻ അടുത്താണുള്ളത്. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അടുത്താണ്. ഏത് സമയത്തും അള്ളാഹുവോട് ചോദിക്കാനാണ്. അള്ളാഹു നമ്മുടെ ചോദ്യങ്ങൾ കേൾക്കാൻ സദാസമയവും കൈനീട്ടിയിരിക്കുകയാണ്. എല്ലാ സമയത്തും, ഒരു സമയത്തും അശ്രദ്ധമല്ല സുഹൃത്തുക്കൾ. എല്ലാ സമയവും ഏത് സമയത്ത് വിളിച്ചാലും ഏത് സമയത്തും അവൻ കേൾക്കും, ഏത് സമയത്തും അവൻ ഉത്തരം തരും എന്നാണ് നമുക്ക് ഉറപ്പ്. അതുകൊണ്ട് തൗഹീദ്, ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചവന് നിർഭയത്വമുണ്ട്, അവന്റെ നാടിന് നിർഭയത്വം. അത് അള്ളാന്റെ വാഅദാണ്, അള്ളാന്റെ കരാർ. വഅദല്ലാഹുല്ലദീന ആമനു മിൻകും വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മ പ്രവർത്തിക്കുന്ന വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങളെ ഖലീഫമാരാകും, നിങ്ങൾക്ക് പിൻഗാമിത്വം തരും, നിങ്ങൾക്ക് അധികാരം തരും. അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏകദൈവ വിശ്വാസികളാണ് ഒരു നാട്ടിലെങ്കിൽ അവർക്ക് അള്ളാഹു അധികാരവും സ്വാധീനവും നൽകും. കമസ്തഖലഫല്ലദീന മിൻ ഖബലിക്കും, അതിന് ചരിത്രത്തിൽ ഇഷ്ടം പോലെ തെളിവുകളുണ്ട്, ഇഷ്ടം പോലെ തെളിവ്. അള്ളാഹുവിന്റെ റസൂലിന് ശേഷം ഖലീഫമാരൊക്കെ ലോകം മുഴുവനും
പിടിച്ചടക്കിയ, എല്ലാം അധീനതയിൽ വരുത്തിയ മഹാന്മാരാണ്. അതൊക്കെ പിന്നെ നഷ്ടപ്പെട്ടത് എന്താ അറിയും? തൗഹീദ് നഷ്ടപ്പെട്ടപ്പോഴാണ് നഷ്ടപ്പെട്ടത്. വല യുമക്കിനന്നലഹും ദീനഹുമുല്ലദി, നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്ന മതത്തിൽ അല്ലാഹു സൗകര്യം ഏർപ്പെടുത്തരും. വല യുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, ഭയത്തിനു ശേഷം നിങ്ങൾക്ക് നിർഭയത്വം തരും. ഒറ്റ വ്യവസ്ഥ, യഅ്ബുദൂനനി, നിങ്ങൾ എന്നെ ആരാധിക്കണം. വലാ യുശ്രികൂന ബി ശൈഅ, എന്നിൽ നിങ്ങളൊന്നും പങ്കു ചേർക്കരുത്. അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നിർഭയത്വത്തെ വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏകദൈവ വിശ്വാസികളാവാൻ, തൗഹീദിൽ കളങ്കമില്ലാതിരിക്കാൻ, അത്യുന്നതനായ അല്ലാഹുവിനോട് സമാനമായി അവന്റെ ദുർബലരായ അടിമകളെ തുല്യരാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെന്താ നിർഭയത്വം? സ്വർഗം. പരലോകത്ത് ശിർക്കില്ലാതെ ചെന്ന സ്വർഗം ഉറപ്പിക്കണം. മല്ലഖി അല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅൻ ദഖലൽ ജന്ന. ശിർക്കില്ല, മരിക്കാ സമയത്ത് മരണം ഉറപ്പായി, ജീവിതം അവസാനിക്കുകയാണെന്ന് അറിയുമ്പോൾ പടച്ചോനെ ഞാൻ ശിർക്ക് ചെയ്തിട്ടില്ലട്ടോ എന്ന് പറയാൻ പറ്റുമെങ്കിൽ പേടിക്കാതെ മരിക്കാം, ഭയപ്പെടാതെ മരിക്കാം, ഒരു പേടിയും പേടിക്കണ്ട. ശിർക്ക് ഞാൻ ചെയ്തിട്ടില്ല പടച്ചോൻ, തെറ്റുകളൊക്കെ ഞാൻ അനവധി സംഭവിച്ചെങ്കിലും ഞാൻ നിന്നിൽ പങ്കു ചെയ്തിട്ടില്ല, നിന്നെ അല്ലാതെ ഞാൻ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, നിന്നിൽ നിന്നല്ലാതെ ഞാൻ ഒരു രക്ഷയും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ മരിക്കുമ്പോൾ? എങ്കിൽ പരലോകത്തും അവൻ നിർഭയനാണെന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ആ നിർഭയത്വം ഇഹലോകത്തും പരലോകത്തും അനുഭവിക്കാൻ ഏകദൈവ വിശ്വാസികളായി കലിമ ചൊല്ലി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് ഈ തൗഹീദാണ്. ഈ ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എല്ലാ പ്രവാചകന്മാരെയും നിയോഗിച്ചത്. അതിനുവേണ്ടിയാണ് അവർ ത്യാഗം വഹിച്ചത്, അതിനുവേണ്ടിയാണ് അവർ പലരും കൊല്ലപ്പെട്ടതും രക്തസാക്ഷികളായത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഇതൊക്കെ നമ്മളെല്ലാവരും പണിയാണ്, നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണ്. ആളുകൾ എല്ലാ നിലക്കും ജീവിച്ചിരിക്കുന്ന മനുഷ്യ ദൈവങ്ങളാണെന്ന് എല്ലാ ആളുകളും, മഹാന്മാരും മഹത്തുക്കളായിട്ടുള്ള ആളുകളായിട്ട് ധാരാളം ആളുകൾ എല്ലാ മതത്തിലും ഉള്ളതുപോലെ മുസ്ലിങ്ങൾക്കിടയിലും അതുണ്ട്. അത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും ബഹുദൈവ ആരാധനകളിൽ നിന്നുമെല്ലാം ആളുകൾ രക്ഷപ്പെടുത്തുക. ഒരു 10 ഉറുപ്പിക ഇട്ടാൽ വയനാട് ചുരം ഇറങ്ങി തിരിച്ചു വരുന്നവരെ നമ്മളെ വാഹനമൊക്കെ ആ വലിയ നോക്കിക്കോളും എന്ന് വിശ്വസിച്ചിട്ടാണ് ആൾക്കാർ ചുരം കയറണം. അവിടെയുള്ള പോണ പള്ളിന്റെ സൈഡിൽ ഒരു പെട്ടിയിൽ 10 ഉറുപ്പിക ഇട്ടാൽ ആ 10 രൂപ കൊണ്ട് തിരിച്ചു വരുന്നവരെ ഒരു കാവലാകുന്നതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ വേണ്ടത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാനെ ഏൽപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ് നമ്മോട് പറഞ്ഞത്. അള്ളാനെ ഏൽപ്പിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അവൻ ആ നിർഭയനായിട്ട് അവൻ തിരിച്ചു വീട്ടിലെത്തും. അള്ളാനെ മറന്നു പോവുകയാണ് ആളുകൾ. അതുകൊണ്ട് ആ തൗഹീദ്, ശരിയായ തൗഹീദ് അള്ളാഹുവിന്റെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അത് കിട്ടിയവരാണ് എത്തിച്ചു. ഇനിയൊരു പ്രവാചകനും അതിനു വേണ്ടി വരാനില്ല. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കുമെല്ലാം ബാധ്യതയുണ്ട് ഈ തൗഹീദിന്റെ സന്ദേശങ്ങൾ മറ്റുള്ളവർ നാം മനസ്സിലാക്കിയത് നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മൾക്ക് ബന്ധപ്പെട്ടവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത്തരം പറയാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിലും നാട്ടിലും മഹല്ലുകളിലൊക്കെ നമ്മൾ ഉണ്ടാക്കുക. നമ്മുടെ വീട്ടുമുറ്റത്ത് കസേരയിട്ട് നമ്മൾ ആളെ വിളിച്ച് ഈ സത്യം നമ്മുടെ അയൽവാസികൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഈ തൗഹീദിന്റെ പ്രബോധന രംഗത്ത് നമ്മുടേതായ പങ്കുവഹിക്കുമ്പോൾ അതിന് വലിയ പുണ്യം, വലിയ പ്രതിഫലവും അള്ളാഹു നമുക്ക് തരും. അത് പ്രവാചകന്മാർ നമ്മളെ ഏൽപ്പിച്ച ജോലിയാണ്, അത് നമ്മൾ നിർവഹിക്കണം. അള്ളാഹു ശരിയായ ദീൻ ഉൾക്കൊള്ളുവാനും അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാൻ. അള്ളാഹു എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണം റഹ്മാൻ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ആളുകളെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.